പിണറായി കായലോട്ട് SDPI സദാചാര ഗുണ്ടായുസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുക്കില്ല എന്ന് പോലീസ്. ആൺസുഹൃത്തിനെതിരെയാണ് യുവതിയുടെ കുടുംബം പരാതി നൽകിയത്. പണവും സ്വർണവും കൈക്കലാക്കിയതിന് തെളിവില്ല എന്നാണ് പോലീസിന്റെ വാദം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നു. മിഥുൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പിണറായി കായലോട്ടെ SDPIയുടെ സദാചാര ഗുണ്ടായുസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 SDPI പ്രവർത്തകർ നിലവിൽ റിമാൻഡിലാണ്. മാത്രമല്ല 2 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെ ഈ കുടുംബം ഈ യുവതിയോട് സംസാരിച്ചുകൊണ്ട് നിന്നിരുന്ന ആൺസുഹൃത്തിനെതിരെ കൂടി പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. സാമ്പത്തികമായി ചൂഷണം ചെയ്തു, അതുപോലെ തന്നെ ലൈംഗിക പീഡനം നടത്തിയെന്നടക്കമുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പോലീസിന് യുവതിയുടെ കുടുംബം പരാതി നൽകിയത്. എന്നാൽ ഈ പരാതിയിൽ കേസെടുക്കില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം പണവും സ്വർണവും കൈക്കലാക്കിയതിന് യാതൊരു തെളിവുമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ യുവാവിനെതിരെ പരാതിയിൽ കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. കാരണം ഈ യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഉൾപ്പെടെ ഈ ആൺസുഹൃത്തിനെതിരെ മോശമായ ഒരു പരാമർശം പോലുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇയാൾക്കെതിരെ കേസെടുക്കുക എന്നൊരു സംശയം തന്നെയാണ് നേരത്തെ തന്നെ നിലനിന്നിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രാഥമികമായി പോലീസ് ഒരു അന്വേഷണം നടത്തുകയും എന്തെങ്കിലും ബാങ്ക് വഴി എന്തെങ്കിലും തരത്തിൽ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിലൊന്നും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിന്മേൽ കേസെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. വീണ, ശരി മിഥുൻ.